പവി, എന്താ കൊച്ചേച്ചി? നമുക്ക് പുഴയിൽ പോയാലോ മോളെ? ഇപ്പോഴോ? നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ കൊച്ചേച്ചി. മോളെ, ഇപ്പോൾ ആകുമ്പോൾ പുഴയിൽ ആരും കാണില്ല. നമുക്ക് നന്നായി അലക്കി കുളിച്ച് കയറാം. മോളെ, ഇപ്പോഴേ പോണോ? ഒരമണിക്കൂർ കാപ്പി ഉണ്ടാക്കിയിട്ട് ഞാനും വരാം. വേണ്ട ചേച്ചി, ഞാനും പവിയും പോയിട്ട് വരാം. ശരിയാ, വല്യേച്ചിക്ക് കിച്ചണിൽ തന്നെ മുട്ടൻ പണിയുണ്ട്. ഇതിപ്പോൾ ഞാനും കൊച്ചേച്ചിയും കൂടി ഓടിപ്പോയിട്ട് ടപ്പേന്ന് തിരിച്ചു വരാം. എന്നാ പിന്നെ സൂക്ഷിച്ച് പോയിട്ട് വാ കേട്ടോ. പിന്നെ മോളെ പാറു, ഇന്ന് ചോറിന് ചമ്മന്തി മാത്രമേ ഉള്ളൂ. അല്പം വിഷമത്തോടെ ചന്തു പറഞ്ഞു. അതിനിപ്പോൾ എന്താ? എനിക്ക് ചമ്മന്തി ഇഷ്ടമാണെന്ന് ചേച്ചിക്ക് അറിയാലോ. എനിക്കത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ. പാറുവിൻ്റെ ചിരി ചന്തുവിൻ്റെ ഹൃദയം വേദനിപ്പിച്ചു. എൻ്റെ വല്യേച്ചി, ഒരുരുള ചമ്മന്തി ഉണ്ടെങ്കിൽ കൊച്ചേച്ചി ഒരു കലം ചോറുണ്ണും. വീപ്പക്കുറ്റി, പവി കളിയാക്കി പൊട്ടിച്ചിരിച്ചു. ഇടി കിവി, നിന്നെ ഞാൻ! പാറു കണ്ണുരുട്ടി കയ്യോങ്ങി. കൊച്ചേച്ചി, പുഴയിൽ പോകാൻ എസ്കോട്ട് വേണോ വേണ്ടയോ? പവി വിത്ത് ബ്ലാക്ക്മെയിൽ. എൻ്റെ പൊന്നു മോളെ, നീ എസ്കോട്ട് വരുന്നത് വെറുതെ അല്ലല്ലോ. ദോ കൂമ്പാരം പോലെ കിടക്കുന്നതേ എൻ്റെ പൊന്നിൻ്റെ ഡ്രസ്സാ. അതീ വീപ്പക്കുറ്റി അലക്കണോ? പാറു പുരികം പൊക്കി. ഹിഹി, പവി നന്നായി അങ്ങ് ഇളിച്ചു. ഹ, എന്താ ഒരു ചിരി! വാ വാ. നിലത്ത് കിടന്ന തുണിക്കെട്ടുകളെടുത്ത് ഇടുപ്പിൽ വച്ചുകൊണ്ട് പാറു തിരിഞ്ഞു. പാവം, ചന്തു പവിയെ നോക്കി. പാവാ, പക്ഷേ എൻ്റെ വല്യേച്ചിയുടെ അത്ര പാവമല്ല. ചന്തുവിൻ്റെ കവിളിൽ എത്തിച്ചാടി ഉമ്മ വെച്ചുകൊണ്ട് പവി പാറുവിൻ്റെ പിന്നാലെ ഓടി. അയ്യോ മോളെ, പതിയെ! പിന്നിൽ നിന്നും ചന്തു വിളിച്ചു പറഞ്ഞു. എവിടെ കേൾക്കാൻ, അവളിപ്പോ പുഴവക്കിലെത്തിക്കാണും. കുറുമ്പി! ചന്തുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അമ്മ വാതിൽപ്പടിയിലേക്കിരുന്നു. ചന്തു ഒരു മന്ദഹാസത്തോടെ അകത്തേക്ക് കയറിപ്പോയി. പുഴയിൽ ചെല്ലുമ്പോൾ കരുതിയതുപോലെ തന്നെ ആരും ഉണ്ടായിരുന്നില്ല. പവി, കുറുമ്പ് കാട്ടാതെ ആ പാറയിന്മേലിരുന്നോ. പാവാടത്തുമ്പുയർത്തി ഇടുപ്പിൽ കുത്തിക്കൊണ്ട് പാറു കരയിലെ പാറ ചൂണ്ടിക്കാട്ടി. ഉത്തരവ് രാജൻ! സ്റ്റൈലിൽ വളഞ്ഞുകൊണ്ട് പവി ചിരിയോടെ പാറയിലേക്ക് കയറിയിരുന്നു. ഇവളെ കൊണ്ട് തോറ്റല്ലോ മഹാദേവ. പാറു ചിരിയോടെ തുണികളുമായി പുഴയിലേക്കിറങ്ങി. അവൾ അലക്കി തുടങ്ങിയതും ശരത്ത് കുളിക്കാനായി അവിടേക്കെത്തി. അവനെ കണ്ടതും പവി കൈയെടുത്ത് വിളിച്ചു കൂവി. ഹലോ ശരത്തേട്ടാ! അല്ല, ആരിത്? വേലായുധനോ? രാവിലെ മലങ്കോള് പിടിക്കാൻ ഇറങ്ങിയതാണോ? അവൻ ചിരിയോടെ ചോദിച്ചതും അവളുടെ മുഖം വീർത്തു. അവൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫാൻസി ഡ്രസ്സിന് മുള്ളം കൊല്ലി വേലായുധനായതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ ഉണ്ടായത്. പാറു ചിരി ഒതുക്കി അലക്ക് തുടർന്നു. ഒരു നിമിഷം പവിയിൽ നിന്നും പാറുവിലേക്ക് പാളി വീണ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അത് കണ്ട് ആ കാന്താരി മുഖമൊന്ന് കൂർപ്പിച്ചു. അവൻ പെട്ടെന്ന് പാറുവിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് പടിക്കെട്ടിറങ്ങി. വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവൻ തൻ്റെ തുണികൾ അലക്കാൻ തുടങ്ങി. വേലായുധൻ എന്താ കരയിൽ തന്നെ? ഇറങ്ങി വന്ന് ഒഴുകി വരുന്ന 2 ചുള്ളിക്കമ്പെങ്കിലും പിടിക്ക് വേലു. അവളെ ചൊറിയാൻ മനഃപൂർവ്വം അവൻ കളിയാക്കി. ദേ ശരത്തേട്ടാ, കൂടുതൽ വിളയല്ലേ? അന്ന് കുഞ്ഞാപ്പൂവിൻ്റെ കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങിയത് ഞാൻ ശാരദേച്ചോട് പറഞ്ഞു കൊടുക്കുവേ. അവൾ വീണ്ടും ബ്ലാക്ക്മെയിൽ തുടങ്ങി. ശരത്തേട്ടൻ സിഗരറ്റ് വലിക്കുമോ എന്ന അർത്ഥത്തിൽ പാറു അവനെ നോക്കി. അത് കണ്ടതും അവളെ അറിയിക്കാൻ എന്ന മട്ടിൽ അവൻ, അച്ചോടാ, വേലു ഓടിച്ചെന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അത് എൻ്റെ അമ്മ പറഞ്ഞിട്ട് തന്നെ വാങ്ങിയതാ. അമ്മാവന് വേണ്ടി. ചീറ്റിപ്പോയല്ലോ. കോയ് കോയ്! അവൻ മൂക്കിൽ കൈവച്ച് കളിയാക്കി. പാറു ചിരി കടിച്ചമർത്തി. അവൾ ചുണ്ടുകൂർപ്പിച്ചു. പാറു അലക്കി കയറാൻ തുടങ്ങിയതും പെട്ടെന്ന് അവളുടെ കാല് തെന്നി അവൾ പിന്നിലേക്ക് മലർന്നു വീണുപോയി. അയ്യോ കൊച്ചേച്ചി! പവി ഒരൊറ്റ നിലവിളിയായിരുന്നു.
ശരത്ത് ഞെട്ടിപ്പോയി. അവൻ നോക്കുമ്പോൾ നില തെറ്റി ഒഴുകി മുങ്ങിത്താഴുന്ന പാറുവിനെയാണ് കാണുന്നത്. അവൻ്റെ ശ്വാസം നിന്നുപോയി. പാറൂസേ! അവൻ്റെ ഉള്ളിൽ നിന്നും ഒരലർച്ച. പവി ഞടുങ്ങിപ്പോയി. അവൾ കണ്ണീരിനിടയിലും കണ്ടു അവൻ്റെ വെപ്രാളം, ആ വേദന. അവൾ പകച്ചു നിൽക്കുമ്പോൾ കണ്ടു വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഊളിയിടുന്ന ശരത്തിനെ. ശരത്തേട്ടാ! പവി കരച്ചിലോടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. മോളെ, ഇറങ്ങല്ലേ, അവിടെ നിൽക്ക്, അടിയൊഴുക്കുണ്ട്. മോള് പേടിക്കണ്ട, കൊച്ചേച്ചിക്ക് ഒന്നും പറ്റില്ല. അതിനിടയ്ക്ക് അവൻ വിളിച്ചു പറഞ്ഞതും കരച്ചിലോടെ അവൾ ലാസ്റ്റ് പടിക്കെട്ടിലിരുന്നു. അതോടെ ശരത്തിൻ്റെ വേഗത കൂടി. അവൻ്റെ പ്രയത്നം കൊണ്ട് വേഗത്തിൽ അവന് പാറുവിൻ്റെ മുടിയിൽ പിടുത്തം കിട്ടി. ശ്വാസം കിട്ടാതെയുള്ള അവളുടെ പിടച്ചിൽ അവൻ്റെ ചങ്ക് പൊടിഞ്ഞു. അവൻ താഴെ കൂർന്നുകൊണ്ട് അവളെ മുകളിലേക്ക് എടുത്തുയർത്തി. പാറൂസേ, മോളെ, ഒന്നുമില്ലടാ, പേടിക്കല്ലേ, എൻ്റെ പ്രാണനാണ് നീ. നീയില്ലെങ്കിൽ ഞാൻ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. വെപ്രാളം കൊണ്ട് അവൾ അവൻ്റെ മുഖത്തും ദേഹത്തും ഒക്കെ മാന്തിപ്പറിച്ചു. എന്നിട്ടും അവൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവളുമായി മുകളിലേക്കുയർന്നു. ആ ഒരു നിമിഷം അവൻ്റെ കയ്യിൽ അവൾ നിൽക്കാത്തതുപോലെ. അവൻ ഉയർന്നുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് നീന്തി. അപ്പോഴും അവളുടെ പിടപ്പ് നിന്നില്ല. അവളുടെ നഖങ്ങൾ അവനെ പോറൽ വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. അവൻ പാറുവുമായി ഉയർന്നതും പവിയുടെ ജീവൻ തിരികെ വീണു. ശരത്തേട്ടാ, ഇവിടേക്ക്, ഇവിടേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ പടിക്കെട്ടിൽ നിന്നും എണീറ്റ് കരയിലേക്കോടി. ഒരു കൈയിൽ പാറുവുമായി ഒരു കൈകൊണ്ട് തുഴഞ്ഞും തുഴഞ്ഞ് അവൻ ഒരുവിധം കരയിലെത്തി. അപ്പോഴേക്കും അവളുടെ ബോധം പോയിരുന്നു. മണലിലേക്ക് അവളെ കിടത്തിക്കൊണ്ട് കിതപ്പോടെ ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് മുട്ടിലിഴഞ്ഞു നീങ്ങി. അവളുടെ കിടപ്പ് കണ്ട് ഭയന്ന് നിൽക്കുകയാണ് പവി. അവൾക്ക് കൂടുതൽ ഷോക്ക് ആകരുതെന്നറിയുന്ന അവൻ അവളെ തട്ടി. മോളെ, ഒന്നുമില്ല, നീ കൊച്ചേച്ചിയുടെ കാൽവെള്ള തിരുമിയേ, വേഗം. അവൻ്റെ പരവേശം നിറഞ്ഞ ശബ്ദം അവൾ ഒരു എക്കോ പോലെ കേട്ടു. പവി, മോളെ, ചെല്ലടി. അവൻ അലറിക്കൊണ്ട് പാറുവിൻ്റെ മുഖത്തെ മറച്ചു കിടന്ന മുടിയിഴകൾ കൈകൊണ്ട് വേഗം വേഗം മാറ്റി. പാറു, മോളെ, കണ്ണു തുറക്കടി, എൻ്റെ പൊന്നല്ലേ. അവൻ അവളുടെ കവിളിൽ തട്ടി. പെട്ടെന്നോർത്തതുപോലെ അവൻ താഴേക്ക് നീങ്ങി കൈ നിവർത്തി കൈപ്പത്തിയുടെ മേലെ കൈവച്ച് അവളുടെ വയറ്റിൽ വച്ച് വിട്ടമർത്തി. 2-3 തവണ ആയപ്പോഴേക്കും പാറുവിൻ്റെ വായിൽ നിന്നും വെള്ളം ചാടി. അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തിനടുത്തേക്ക് നീങ്ങി. മോളെ പാറു, കണ്ണു തുറക്കടി. ഡീ, എനിക്ക് നിന്നെ വേണം. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല പാറൂസേ. കണ്ണീരോടെ അവൻ അവളുടെ കവിളിൽ തട്ടി. അനക്കമില്ലാത്തതും അവൻ ഒന്നും ആലോചിച്ചില്ല. അവളുടെ മുഖം പിടിച്ചു വച്ച് ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവളൊന്ന് പിടച്ചു. അവൻ പെട്ടെന്ന് നിവർന്നു. പാറു, മോളെ. അവൾ ചുമച്ചു തുടങ്ങി. അതോടെ അവൻ്റെ മുഖം തെളിഞ്ഞു, കണ്ണുകളിൽ തിളക്കം. പാറൂസേ. അവൻ കവളിൽ തട്ടിയതും അവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. അത് കണ്ടതും അവന് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ആ നിമിഷം തോന്നിയത്. അവനവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോളെ. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു. അവൻ്റെ ആ കണ്ണീരു കലർന്ന ചുംബനം അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിച്ചു. അവൾ വിറയലോടെ അവൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നു. അവനവളെ നെഞ്ചോടടക്കി ആ പുഴക്കരയിൽ അങ്ങനെ ഇരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതും പാറു ഒന്ന് ഓക്കെയായി. അവളുടെ ശ്വാസഗതി നോർമലായി. അവൾ കണ്ണുകൾ ഓടിച്ചു ചുറ്റും നോക്കി. പകച്ചുപോയ മുഖവുമായി നിൽക്കുന്ന പവിയെ കണ്ടതും അവൾ ഉയരാൻ ശ്രമിച്ചു. ഇല്ല, അവൻ്റെ കയ്യിൽ ഭദ്രമാണവൾ. അവൻ അവളിലെ പിടിവിട്ടില്ല. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന വാശി പോലെ. അവൾ എണീക്കാൻ ശ്രമിച്ചു. അവൻ പെട്ടെന്നവളെ തനിക്ക് നേരെയാക്കി അവളുടെ മുഖം പിടിച്ചെടുത്തു. പാറൂസേ, ഓക്കെ ആയോ? എങ്ങനെയുണ്ടിപ്പോ?
അവൻ്റെ കണ്ണിലെ പിടപ്പ്, അവൻ്റെ നെഞ്ചിലെ കിതപ്പ് അതവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കുഴപ്പമില്ല ശരത്തേട്ടാ, അവൾ പറഞ്ഞതും നനഞ്ഞ മണ്ണിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൻ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവൾ ഞെട്ടിപ്പോയി. ഞാൻ പേടിച്ചുപോയി. എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോ എന്ന്. എനിക്ക് നീയില്ലാതെ പറ്റില്ല. അവൻ്റെ വാക്കുകൾ കേട്ട് അവൾ പകച്ചു. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. അവളുടെ കണ്ണുകളിലേക്ക് നിറഞ്ഞ കണ്ണുകളാൽ നോക്കി. വിതുമ്പുന്ന ചുണ്ടുകൾ വിടർത്തി അവൻ പറഞ്ഞു തുടങ്ങി. പാറു, നിന്നെ കാണുന്നതിന് മുൻപ് പ്രണയമെന്നത് എനിക്കൊരു വാക്കു മാത്രമായിരുന്നു. നിന്നെ കണ്ടതിന് ശേഷമാണ് അതിന് ഒരു മുഖവും ഒരു ചിരിയും ഒരു ഹൃദയമിടിപ്പുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ഓരോ ദിവസവും മനോഹരമാക്കുന്നത് നിന്റെ ഓർമ്മകൾ കൊണ്ടാണ്. എൻ്റെ ഓരോ സ്വപ്നവും നിറയുന്നത് നിന്റെ ചിരി കൊണ്ടാണ്. ജീവിതം എത്ര ദൂരം മുന്നോട്ട് പോയാലും സുഖത്തിലും ദുഃഖത്തിലും എൻ്റെ കൈ മുറുകെ പിടിച്ച് എൻ്റെ കൂടെ നടക്കാൻ നീ തയ്യാറാണോ എന്നെനിക്കറിയണം. കാരണം എൻ്റെ ജീവിതം മുഴുവൻ നിന്നെ സ്നേഹിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മാത്രം ചോദിക്കുന്നു. എൻ്റെ പേരിനൊപ്പം നിന്റെ പേരും ചേർത്ത് എൻ്റെ പ്രണയം ഏറ്റുവാങ്ങി എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായി എൻ്റെ ജീവിത അവസാനം വരെയും എൻ്റെ ഒപ്പം ഉണ്ടാകുമോ? വിൽ യു ബി മൈൻ ഫോർ എവർ? അവൾ സ്തംഭിച്ച് നിൽക്കുകയാണ്. പ്രതീക്ഷയോടെ നിൽക്കുന്ന അവൻ്റെ മുഖം. അവൻ്റെ കവിളിലും കഴുത്തിലും അവൾ ഉണ്ടാക്കിയ പോറലിൽ നിന്നും രക്തം കിനിയുന്നുണ്ട്. അവൾ മെല്ലെ കൈകൾ ഉയർത്തി അവൻ്റെ കവിളിൽ ചേർത്ത് പിടിച്ചു. പിന്നെ ആ മുറിവിലൂടെ വിരലോടിച്ചു. അവളുടെ വിരലുകൾ വിറച്ചു. ഒരു നിമിഷം തൻ്റെ പ്രാണൻ പോകുന്ന പിടച്ചിലിൽ ബോധം മറയും മുന്നേ താൻ കേട്ടു ഒരു ശബ്ദം, വേദന നിറഞ്ഞ ഒരു ശബ്ദം. മോളെ, പേടിക്കല്ലേടാ, നീ എൻ്റെ പ്രാണനാ. നീയില്ലെങ്കിൽ ഞാനും. പാറു പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവൾ നാവുകൊണ്ട് പറഞ്ഞില്ല, എങ്കിലും ആ ഹഗ്ഗിൽ അവൻ തിരിച്ചറിഞ്ഞു അവളുടെ മറുപടി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ മുഖം പിടിച്ചെടുത്ത് തുരുതുരെ ഉമ്മകൾ കൊണ്ട് മൂടി. എന്നിട്ട് അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. കണ്ണീരിൽ കുതിർന്ന ചിരിയോടെ മുട്ടുകുത്തി നിന്നു. അതേ, എന്തൊക്കെയാ ഈ നടക്കുന്നേ? പവിയുടെ ശബ്ദം കേട്ട് ഇരുവരും പകച്ചു. അവൾ പെട്ടെന്ന് ചാടി എണീക്കാൻ ശ്രമിച്ചു. അയ്യോ പാറൂസേ, പതിയെ, തല ചുറ്റും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരയിൽ ചുറ്റി ചേർത്ത് പിടിച്ചു. പാറു പവിയെ നോക്കി. അവളുടെ മുഖം വിളറി. ഓ, ഇപ്പോഴാണോ കൊച്ചേച്ചിക്ക് ഞാനും ഇവിടെ ഉണ്ടെന്ന ഓർമ്മ വന്നത്? അവൾ കൈകൾ ഇളിയിൽ കുത്തി. എടി കാന്താരി, വാചകം അടിക്കാതെ വന്ന് പിടിക്കടി. ഞാൻ എന്തിനാ പിടിക്കുന്നേ? എൻ്റെയും ചേർത്ത് ശരത്തേട്ടൻ നന്നായി തന്നെ പിടിച്ചിട്ടുണ്ടല്ലോ. അവൻ ഒന്നിളിച്ചു. അയ്യടാ, ഇളി കണ്ടില്ലേ? ഇനി എന്നെ ഇരട്ടപ്പേര് വിളിച്ചാ ഞാനിതെല്ലാവരോടും പറയും. അത് നല്ല കാര്യമല്ലേ? പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ധീരതയ്ക്കുള്ള അവാർഡൊക്കെ കിട്ടും. എൻ്റെ വേലു ഓടിപ്പോയി പറയാട്ടോ. അവൻ്റെ കണ്ണിൽ കുസൃതി. അയ്യടാ, അതല്ല, ഞാൻ എല്ലാവരോടും പറയും ശരത്തേട്ടൻ എൻ്റെ കൊച്ചേച്ചി ഉമ്മിച്ചെന്ന്, അതും പലതവണ. അവൻ്റെ മുഖത്ത് ചിരി. എന്നാ പാറു വിളറിപ്പോയി. വേലു ഓടിച്ചെന്ന് പറഞ്ഞോ, അപ്പോൾ ഞങ്ങളുടെ കല്യാണം വേഗം നടക്കും. അവൻ അവളെ കൊഞ്ഞനം കുത്തി. അവൾ ചിണുങ്ങിക്കൊണ്ട് മുഖം വീർപ്പിച്ചു. അവൻ അത് കണ്ട് ചിരിച്ചു. എന്തേ, പോണില്ലേ? ഇല്ല. അതെന്താ? കൊച്ചേച്ചിയെ ശരത്തേട്ടന് ഇഷ്ടമാണെന്ന് എനിക്ക് നേരത്തെ അറിയാലോ. അതെങ്ങനെ? അതൊക്കെ എനിക്കറിയാം. കൊച്ചേച്ചി വേഗം തുണിയൊക്കെ എടുക്ക്. ഇനിയും കണ്ടില്ലേ വല്യേച്ചി നമ്മളെ തിരക്കി വരും. അപ്പോൾ പിന്നെ നിങ്ങളുടെ കല്യാണം ഇവിടെ വച്ച് തന്നെ അങ്ങ് നടക്കും. അവൾ വാ പൊത്തി ചിരിയോടെ പറഞ്ഞു. ഇങ്ങനെ ഒരു കാന്താരി. അവൻ പാറുവിനെ വിട്ട് പവിയുടെ അടുത്തേക്ക് ചെന്നു.
അവൾ അവന് നേരെ മിഴികളുയർത്തി. പേടിച്ചോടാ? അവളുടെ തലയിൽ തഴുകി അരുമയോടെ അവൻ ചോദിച്ചു. കുറച്ച്, പക്ഷെ ഇപ്പം ഇല്ല. ശരത്തേട്ടൻ ഹീറോ അല്ലേ, സൂപ്പർമാൻ. അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ ചിരിയോടെ അവളുടെ തലയിൽ ഉമ്മ വെച്ചു. കുഞ്ഞാ, വീട്ടിൽ പറയണ്ടാട്ടോ, അവരൊക്കെ പേടിക്കും. പറയില്ല. അവനെ ചുറ്റിപ്പിടിച്ച് തന്നെ അവൾ പറഞ്ഞു. അവരുടെ ആ സ്നേഹം കണ്ട് പാറുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. പാറൂസേ, കുളിക്കുന്നോ? ഡ്രസ്സ് മുഴുവൻ മണ്ണായി. അയ്യോ ഇല്ല. പേടിയോടെ അവൾ പുഴയിലേക്ക് നോക്കി. എന്നാ പോകാം പറഞ്ഞുകൊണ്ട് എല്ലാ ഡ്രസ്സും എടുത്ത് അവൻ നടന്നു. റോഡിൽ ഒതുക്കിയിരിക്കുന്ന ഓട്ടോയിലേക്ക് വച്ചുകൊണ്ട് അവരെയും കയറ്റി അവൻ വണ്ടിയെടുത്തു. അവൻ്റെ കണ്ണുകൾ അപ്പോഴും കണ്ണാടിയിൽ കൂടി അവളുടെ മുഖത്തായിരുന്നു. പാറൂസേ, എനിക്ക് രാവിലെ ബെഡ് കോഫി കിട്ടിയില്ല. അയ്യോ ആണോ? ഞാൻ എടുത്ത് തരട്ടെ കിച്ച? വേണ്ട, ഞാൻ എടുത്തോളാം. എങ്കി വാ, കിച്ചണിൽ പോകാം. അമ്മ രാവിലെ കോഫി ഇട്ട് വച്ചിട്ടുണ്ടാകും. പോകാൻ തുനിഞ്ഞ അവളുടെ അരയിലെ അവൻ്റെ പിടി ഒന്നുകൂടി മുറുകി. എന്താ കിച്ച, കോഫി വേണ്ടേ? വേണ്ട. പിന്നെ? വേണ്ടത് ഞാൻ എടുത്തോട്ടെ? അവൻ്റെ കണ്ണിൽ കുസൃതി. എന്ത്? അവളുടെ കണ്ണു ചുരുങ്ങി. അതേ, എൻ്റെ പെണ്ണിൻ്റെ. അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ മൂക്കുരസി. അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടി താഴ്ന്നു. അവൻ്റെ ചുണ്ട് സ്പർശിച്ചതും അവൾ നിലത്തൂന്ന് കാലുകൾ ഉയർന്നു. തുടുത്ത ചുണ്ടിനെ മെല്ലെ കടിച്ചെടുത്ത് നുണഞ്ഞു തുടങ്ങി. അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ അമർന്നു. അവളുടെ നഖം അവന് സുഖമുള്ള നോവ് നൽകി. അതിനനുസരിച്ച് അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രത കൂടിക്കൂടി വന്നു. അവൾക്ക് ശ്വാസം മുട്ടിത്തുടങ്ങിയതും അവൾ അവൻ്റെ പുറത്ത് മെല്ലെ തട്ടിത്തുടങ്ങി. അവൻ മൊത്തത്തിലൊന്ന് നുണഞ്ഞെടുത്തുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. അവനും കിതച്ചു പോയിരുന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചു കിതപ്പടക്കി. അവൻ്റെ കൈകൾ അവളുടെ പുറത്ത് മെല്ലെ തഴുകി. കിതപ്പടങ്ങിയതും അവൻ അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി. ഇന്ന് എന്തു പറ്റി രാവിലെ ഇവിടേക്ക് വരാൻ? സാധാരണ ഞാനുണ്ടെങ്കിൽ ഇവിടേക്ക് വരാറില്ലല്ലോ. ഞാൻ കുറച്ച് ചുക്ക് വാങ്ങാൻ വന്നതാ കിച്ചാ. ഉണ്ടായിരുന്നത് തീർന്നു. അമ്മയ്ക്ക് കുറവില്ലേ? ആ, കുറച്ച്. എന്നാ ഞാൻ പോട്ടെ. വന്നിട്ട് കുറേ സമയമായി. ചെല്ലുമ്പോൾ ഇനി ആ കുറുമ്പിയുടെ നോട്ടവും കുത്തിയുള്ള ചോദ്യവും കേൾക്കണം. അവൻ ചിരിച്ചു. ആരോ നടക്കുന്ന ശബ്ദം കേട്ടതും അയ്യോ, അമ്മ വരുന്നെന്ന് തോന്നുന്നു. അവൾ പുറത്തേക്ക് ചാടിയിറങ്ങി. എൻ്റെ പാറൂസേ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അമ്മ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ? ചുക്കിരിപ്പുണ്ട് എന്ന് ഞാൻ നോക്കട്ടെ, ഞാനെടുത്തു തരാം. അവൻ കിച്ചണിലേക്ക് നടന്നു. അവൾ വാതിൽ നിന്നു അകത്തേക്ക് നോക്കി. ആരാ ഇത്? പാറുവോ? എന്താ മോളെ? പിന്നിൽ നിന്നും ശാരദയുടെ ശബ്ദം. അവൾ തിരിഞ്ഞു. ചുക്കുണ്ടോ അമ്മേ? അകത്ത് നിന്നും അവൻ വിളിച്ചു ചോദിച്ചു. മോള് വാ, ഞാൻ എടുത്തു തരാം. അവർ അവളുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി. മാറി നിക്കട ചെക്ക, ഞാൻ എടുത്തു കൊടുക്കാം. നീ ഇതുവരെ കുളിച്ചില്ലേ? അവർ മുകളിലെ ടിന്നുകൾ എത്തി നോക്കി. അവരുടെ അരികെ നിന്ന പാറുവിൻ്റെ കവളിൽ അവൻ പൊടുന്നനെ ഒരു ഉമ്മ കൊടുത്തു. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവൻ കുസൃതിയോടെ ചിരിച്ചു കാണിച്ചു. അവൾ പിടച്ചിലോടെ ശാരദയെ നോക്കി. ഞാൻ കണ്ടട കള്ള. അവരുടെ പറച്ചിൽ കേട്ടതും അവൾ ഞെട്ടി. ഇവിടെ വാ, ഓള് ചിരിക്കുവല്ലേ? അവർ എത്തി ഒരു ടിന്നുമായി തിരിഞ്ഞു. അപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. ദാ മോളെ, അമ്മയ്ക്ക് ചുമ കുറവില്ലേ? നമുക്ക് വൈകുന്നേരം ഒന്നുകൂടി കൊണ്ടുപോയി കാണിക്കാം. മോള് വിഷമിക്കണ്ട കേട്ടോ. അവൾ തലയാട്ടി. പോട്ടെ ശാരദേച്ചി. അവരുടെ പിന്നിൽ നിന്നും അവൻ ടാറ്റ കാണിക്കുകയും ഉമ്മകൾ കാറ്റിൽ പറത്തി വിടുകയൊക്കെ ചെയ്തു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. പാവം, അവർ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി. ആ സമയം മംഗലത്ത് തറവാട്ടിൽ മഹി കണ്ണുകൾ തുറക്കുമ്പോൾ കുളി കഴിഞ്ഞ് സാരി ചുറ്റി കണ്ണാടിക്ക് മുന്നിൽ നിന്ന്
നെറുകയിൽ സിന്ദൂരം ചാർത്തുന്ന ചന്തുവിനെയാണ് കാണുന്നത്. അവൾ മുടിയിലെ ടവൽ അഴിച്ച് ഇടതൂർന്ന മുടി സൈഡിലേക്ക് മുന്നിലേക്കിട്ട് ടവലിൽ പൊതിഞ്ഞു. എന്നാൽ മഹിയുടെ കണ്ണുകൾ അവളുടെ പിന്നിൽ ഉടക്കി നിന്നു. വെളുത്ത കഴുത്തിൻ്റെ പിൻഭാഗം നേരിയ ചെമ്പൻ രോമങ്ങൾ നനവാർന്നു നിൽക്കുന്നു. ബ്ലൗസിൻ്റെ കെട്ടിലൂടെ കാണുന്ന പുറം ഭാഗത്തും അതേ നിറത്തിലെ രോമങ്ങൾ. അവൻ്റെ കണ്ണുകൾ അവളിൽ ഒഴുകി നടന്നു. അവൾ മുടി മുന്നിലേക്കിട്ട് തുടച്ചുകൊണ്ട് പിന്നിലേക്ക് വീശിയിട്ടു. ആ വീശലിൽ അവളുടെ മുടിത്തുമ്പിലെ വെള്ളം അവൻ്റെ മുഖത്തേക്ക് തെറിച്ചു. അറിയാതെ അവൻ കണ്ണുകൾ അടച്ചുപോയി. അവൾ മുടി കോതിക്കൊണ്ട് ബാൽക്കണിയിലേക്കിറങ്ങി. അവളുടെ ആ ഗന്ധം, അവളുടെ ആ നിൽപ്പ്, അവളുടെ മുടിത്തുമ്പിലെ വെള്ളം ഒക്കെയും അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അവൻ്റെ ശരീരത്തിന് എന്തോ ഒരു മാറ്റം വന്നതുപോലെ അവൻ പെട്ടെന്ന് കമിഴ്ന്നു കിടന്നു. അല്പം കഴിഞ്ഞ് അവൾ റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് കമിഴ്ന്ന് കിടക്കുന്ന അവനെയാണ്. അവളൊന്നും മന്ദഹസിച്ചുകൊണ്ട് മുടിത്തുമ്പ് കെട്ടിയിട്ടുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി ഡോർ ചാരി അവൾ താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങിത്തുടങ്ങി. അപ്പോൾ 2 പേർ കത്തുന്ന മിഴികളോടെ അവളെ കാത്ത് താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. അതാരാണെന്നറിയണ്ടേ? അതിന് നാളെ വരെ കാത്തിരിക്കേ.